അടിമാലിക്കടുത്ത് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുമ്പൻപാറയിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. കുമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. ഭാര്യ സന്ധ്യ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോൾ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് നാടിനെ നടുക്കിയ ദുരന്തം ഇന്നലെ രാത്രി ഉണ്ടായത്. അപകടത്തിന് പിന്നാലെ അടിമാലി മൂന്നാർ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കുമ്പൻപാറയിൽ മണ്ണിടിഞ്ഞ് വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതികളെ മണിക്കൂറുകൾ നീണ്ടുപോയ ദൗത്യത്തിനൊടുവിലാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതിസാഹസികമായ രക്ഷാ ദൗത്യത്തിനാണ് അഗ്നിരക്ഷാസേനയും NDRFും നാട്ടുകാരും ചേർന്ന് നടത്തിയത്. ഭർത്താവ് ബിജു ഇല്ലാത്ത ലോകത്തേക്കാണ് ജീവൻ കയ്യിൽ പിടിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സന്ധ്യ പുറത്തേക്ക് വന്നത്. മലയാളികൾ ഉറക്കമളച്ച് കാത്തിരുന്ന ആ മണിക്കൂറുകളിലേക്ക് വീണ്ടും ഇന്നലെ രാത്രി 10:30യോടെയാണ് ഇടുക്കി അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 20ഓളം വീടുകൾക്ക് മുകളിലേക്ക് 40 അടി ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞു വീണത്. നിരവധി വീടുകൾ മണ്ണിനടിയിലായി. ചില വീടുകളിൽ ആളുകളുണ്ടായിരുന്നു. ആദ്യമെത്തിയ നാട്ടുകാർ ഇവരെയെല്ലാം സുരക്ഷിതമായി മാറ്റി. എന്നാൽ ബിജുവും സന്ധ്യയും കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ പെട്ടുപോയി. ഇരുവരുടെയും കാലുകൾ പരസ്പരം പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർക്ക് മുകളിലേക്കാണ് കെട്ടിടത്തിന്റെ ബീം തകർന്നു വീണത്. കോൺക്രീറ്റ് പാളിക്ക് താഴെയായി ഒരു അലമാരയും ഇവർക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ തങ്ങൾ അടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് മാറാമെന്ന് അധികൃതരെ അറിയിച്ച് ബിജുവും സന്ധ്യയും അവിടെ തന്നെ തുടരുകയായിരുന്നു. രാത്രി മണ്ണിടിഞ്ഞതോടെ കോൺക്രീറ്റ് മേൽക്കൂര ഇവർക്ക് മുകളിലേക്ക് പതിച്ചു. പൂർണ്ണമായി തകർന്ന വീടിന്റെ മേൽക്കൂര രണ്ടായി പിളർന്നിരുന്നു. കുടുങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഇരുവരുടെയും ആരോഗ്യനില പരിശോധിച്ച ഡോക്ടർ ബിജുവിന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ ലേഡി കുഴപ്പമില്ല, പൾസൊക്കെ ഓക്കെയാണ്, വർത്തമാനം പറയുന്നുണ്ട്. ഹസ്ബൻഡ് മെയിലിൻ്റെ കാര്യം ഒന്നുമില്ല, അൺകോൺഷ്യസ് ആണ്. പുലർച്ചെ 3:10 സന്ധ്യയെ പുറത്തെത്തിക്കുന്നത്. പുറത്ത് തയ്യാറായി നിന്ന ആംബുലൻസിൽ സന്ധ്യയെ ആദ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം സന്ധ്യയെ പുലർച്ചെ 4 മണിയോടെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ശേഷം ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ എത്തിച്ച് കോൺക്രീറ്റ് ബീമുകൾ നീക്കം ചെയ്ത് ബിജുവിന്റെ ചലനമറ്റ ശരീരം 4:50 പുറത്തെടുത്തു. തുടക്കം മുതൽ തന്നെ സന്ധ്യയോട് സംസാരിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നു എന്നത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പെട്ടെന്ന് ഇരുവരെയും പുറത്തേക്കെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംഭവസ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും. എന്നാൽ ബിജുവിന്റെ അരയ്ക്ക് മുകളിലേക്ക് കോൺക്രീറ്റ് പാളികളും ബീമുകളും പതിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ കാര്യങ്ങൾ സങ്കീർണമെന്ന് തിരിച്ചറിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത്. പക്ഷേ ബിജു താഴെവശത്തും സന്ധ്യ മുകളിലുമായിരുന്നു. ഒരു അലമാരി ഈ പറയുന്ന കോൺക്രീറ്റ് പാളിയും ഒരുമിച്ച് ജാമായി തിക്കായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കോൺക്രീറ്റ് ബീം അത് തുളച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലതാമസം മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. തകർന്നു വീണ കോൺക്രീറ്റ് പാളിയെ ജാക്കി ഉപയോഗിച്ച് ഉയർത്തി സന്ധ്യയുടെയും ബിജുവിന്റെയും ശരീരത്തിൽ വീണുകിടക്കുന്ന കോൺക്രീറ്റ് പാളികൾ മാറ്റുക എന്നതായിരുന്നു ശ്രമകരമായ ദൗത്യം. ഇതിനുവേണ്ടിയുള്ള പരിശ്രമമായിരുന്നു തുടക്കം മുതൽ അഗ്നിരക്ഷാസേനയും NDRFും നടത്തിയത്. ജീവനക്കാർ വന്നപ്പോൾ തന്നെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജാക്കി വെച്ച് സൈഡ് ഉയർത്തി അവരുടെ സേഫ്റ്റി കൂടെ നോക്കിക്കൊണ്ട് ആണ് അകത്ത് കയറുന്നത്. 6-7-8-10 ജീവനക്കാരകത്ത് കയറി ഈ ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹാമറൊക്കെ ഉപയോഗിച്ച് വളരെ സേഫായിട്ട് ഇവർക്ക് ആ സമയത്ത് ഫസ്റ്റ് എയ്ഡും സന്ധിക്കും കൊടുത്തുകൊണ്ടാണ് നമ്മളത് പുറത്തെടുക്കാൻ സാധിച്ചത്. ദേശീയപാതാ നിർമ്മാണത്തിനായി അനധികൃതമായി മണ്ണെടുത്തതാണ് 40 അടിയുള്ള മൺതിട്ട രൂപപ്പെടാൻ കാരണമായതെന്ന് തുടക്കം മുതൽ തന്നെ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. NH നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ അപകടമെന്ന് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. ദേശീയപാത ഉണ്ടാകേണ്ട ആവശ്യമുണ്ടല്ലോ, അതിനുവേണ്ടിയാണല്ലോ ഈ സാഹചര്യങ്ങളെല്ലാം രൂപപ്പെട്ടത്. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടമാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ അപകടത്തിൽ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിമുട്ടുണ്ടായ അനുഭവത്തിൽ ഈ സാധുക്കളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് പഞ്ചായത്ത് മെമ്പർ TS സിദ്ദിഖും സാക്ഷ്യപ്പെടുത്തി. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ തുടരുന്നതിനാലാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ഗതാഗതം നിരോധിക്കാനും തീരുമാനിച്ചതെന്നും ദേവികുളം MLA A രാജ പറഞ്ഞു. ഇന്നലെയും മണ്ണിടിഞ്ഞു, അതുപോലെ ഇന്നും മണ്ണിടിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഈ വഴികളുടെ യാത്ര നിരോധിച്ചു. അതിനുശേഷം മേളിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ
വൈകുന്നേരം നടത്തിയിരുന്നു. സന്ധ്യയെ അധിക പരിക്കുകളൊന്നുമില്ലാതെ പുറത്തെത്തിക്കുക എന്നതായിരുന്നു ദൗത്യസംഘത്തിന്റെ പ്രാഥമിക പരിഗണന. ബിജു തുടക്കം മുതൽക്കേ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. മുറിച്ചുമാറ്റിയ കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സന്ധ്യയുടെ ശരീരത്തിൽ മുറിവേൽക്കാതിരിക്കാൻ കമ്പിളിപ്പുതപ്പ് ഉൾപ്പെടെ വിരിച്ചിരുന്നു. സന്ധ്യയുമായി പുറപ്പെടുന്ന ആംബുലൻസ് എത്തിയാൽ ഉടനെ അടിയന്തര ചികിത്സ നൽകാനായി അടിമാലി താലൂക്ക് ആശുപത്രിയും സജ്ജമായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.